അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ വർഷം ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഹാജിമാർക്ക് താമസ സൗകര്യമൊരുക്കിയ നസീമിലാണ്. നമ്മുടെ വിത്തൗട്ട് മുഹറം, അതായത് കൂടെ പുരുഷന്മാരില്ലാത്ത ഹജ്ജുമ്മമാരെ മാത്രം വരുന്ന അവർ താമസിക്കുന്ന ബിൽഡിങ്ങിന് മുന്നിലാണ് നമ്മളുള്ളത്. ബിൽഡിംഗ് നമ്പർ 1806, 1807, 1808, 1809, 1810, 1811, 1812 ഈ ബിൽഡിങ്ങുകളിലേക്കാണ് 2-ാം തീയതി ഹജ്ജുമ്മമാർ എത്തുന്നത്. അവർ താമസിക്കുന്ന ബിൽഡിങ്ങിൽ അവർ താമസിക്കുന്ന സൗകര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നതിൻ്റെ ഭാഗമായി മക്ക KMCCയുടെ ജനറൽ സെക്രട്ടറി മുജീബ് പൂക്കോട്ടും മക്ക KMCCയുടെ വൈസ് പ്രസിഡന്റ് MC നാസർ സാഹിബ് അടക്കമുള്ള മക്ക KMCCയുടെ നേതാക്കന്മാർ ഇന്ന് വിവിധ ബിൽഡിങ്ങുകൾ സന്ദർശിക്കേണ്ടത്. ആ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഹജ്ജിമാർക്ക് ഈ പ്രാവശ്യം ഇന്ത്യൻ ഹജ്ജ് മിഷൻ നല്ല വിശാലമായ എല്ലാ സൗകര്യവും അടങ്ങിയ ബിൽഡിങ്ങുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നസീമിലാണ് അവർക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 12-ാം നമ്പർ ബസ്സിലാണ് ഇവിടെ നിന്ന് ഹറമിലേക്ക് പോകേണ്ടത്. 12-ാം നമ്പർ ബസ്സിൽ കയറി നസീമിൽ നിന്ന് മസ്കൂത്തയിലേക്ക് പോയി മസ്കൂത്തയിൽ നിന്ന് അവർ ഹറമിലേക്ക് പോകുന്ന അജിയാദ് ഭാഗത്തേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, 1808, അതുപോലെ തന്നെ 1809, 1810, 1811, 1812, 1808, 1806 ഈ ബിൽഡിങ്ങുകളിലാണ് 2-ാം തീയതി നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിത്തൗട്ട് മുഹറമില്ലാത്ത ഹാജിമാർ വരുന്നത്. അവർക്ക് ഇന്ത്യൻ ഹജ്ജ് മിഷൻ താമസത്തിന് ഒരുക്കിയിരിക്കുന്ന ഏരിയയാണ് ഈ ബിൽഡിംഗ്. ഈ 1808-ാം നമ്പർ ബിൽഡിങ്ങിലാണ് ഞങ്ങളുള്ളത്. ഇതിന്റെ സൗകര്യങ്ങൾ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 274ഓളം വരുന്ന ഹജ്ജുമ്മമാരാണ് ഇതിൽ താമസിക്കുന്നത്. ഈ ഹജ്ജുമ്മമാർക്ക് 2-ാം തീയതി എത്തിയതിനു ശേഷം അവർ ഹറമിലേക്ക് പോകുന്നതിന് വേണ്ടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിരിക്കുന്നത് 12-ാം നമ്പർ ബസ് സർവീസാണ്. ഈ 12-ാം നമ്പർ ബസ് സർവീസിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി നേരെ ഇവരെ കൊണ്ടുപോയി ഇറക്കുന്നത് മസ്കൂത്ത എന്ന ഒരു സ്റ്റാൻഡിലാണ്, ഒരു ബസ് സ്റ്റോപ്പിലാണ്. അവിടെ നിന്ന് അവർ വേറെ ഷട്ട് അടിക്കുന്ന ഒരു ഗുഹയിലെ പുറത്ത് കിടന്നാൽ 1-ാം നമ്പർ ഗേറ്റ് അൽജിയാദ് ഭാഗത്താണ് കൊണ്ടുപോയി ഇറക്കുക. അവിടുന്ന് നേരെ അവർ പോകുന്നത് 1-ാം നമ്പർ ഗേറ്റിനടുത്താണ്. അത് 3-ാം നമ്പർ ടോയ്ലറ്റ് എന്ന് പറയുന്ന മലയാളികൾക്ക് നമുക്കൊക്കെ അറിയപ്പെടുന്ന ആളുകളുള്ള ഒരു 3-ാം നമ്പർ ടോയ്ലറ്റിനടുത്തുള്ള 1-ാം നമ്പർ ഗേറ്റിനടുത്താണ് നിങ്ങൾ എത്തിപ്പെടുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശാലം ഹറമിലേക്ക് പ്രവേശിക്കാനും അതുപോലെ നേരെ തിരിച്ചു വരുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു സൗകര്യങ്ങളാണ് ഇന്ത്യൻ ഹജ്ജ് മിഷനോട് ഒരുക്കിയിരിക്കുന്നതെങ്കിലും ഭക്ഷണത്തിന് ഇവിടെ സൗകര്യമില്ല. ഭക്ഷണത്തിന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തകന്മാരും മറ്റുള്ള ഹോട്ടൽ ഉടമകളൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഭക്ഷണങ്ങളൊക്കെ യഥേഷ്ടം കിട്ടുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. എങ്കിലും താമസത്തിന് ഓരോ റൂമിലും 7, 6, 4 എന്നിങ്ങനെയാണ് റൂമുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഒട്ടുമിക്ക റൂമുകളിലും ബാത്റൂം അറ്റാച്ചിങ് ആയിട്ട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ താഴെ നമസ്കരിക്കുന്നതിനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് ദൂരെയാണെങ്കിലും നല്ല രീതിയിലുള്ള നല്ല അക്കോമഡേഷൻ, ഈ താമസിക്കുന്നതിനുള്ള ഏരിയ നല്ലൊരു രീതിയായിട്ടാണ് ഇവിടെ ഹജ്ജ് മിഷൻ ഒരുക്കിയിരിക്കുന്നത്.